ശബ്ദം പോയി എന്നതാണ് ആദ്യത്തെ പ്രശ്നം. ശബ്ദം കൊണ്ടായിരുന്നു ഉപജീവനം മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത്. അധ്യാപകനായിരുന്നു. അപ്പം ഇനി ഒരാഴ്ച എടുക്കും ശബ്ദം തിരിച്ചു കിട്ടാനായിട്ട്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ എല്ലായിടത്തും കഠിനമായി പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശുഭകരമായ കാര്യമായി എനിക്ക് തോന്നിയത്. കാരണം മുൻ തെരഞ്ഞെടുപ്പുകളെയൊക്കെ അപേക്ഷിച്ചിട്ട് മിക്കവാറും എല്ലാ ബൂത്തുകളിലും തന്നെ അകത്തും പുറത്തും ബൂത്ത് കെട്ടി ആളിരിക്കാനുണ്ടായിരുന്നു. മുമ്പ് നിങ്ങൾക്കറിയാം BJPയിലേക്ക് അങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. അത്ര സ്ട്രോങ് ആയ രീതിയിലുള്ള ഒരു അടിത്തറയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫലം ഞങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നു. പിന്നെ 9.5% വോട്ടിൽ ഈ നിയോജക മണ്ഡലത്തിൽ കുറവ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു നോർമൽ പെർസെൻറ്റേജാണ്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ മാറ്റം എന്താണെന്നുള്ളതാണ്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളുണ്ടായിരുന്നു. 1 ശബരിമല, 2 രാഹുൽ ഗാന്ധി, 3 മൈനോറിറ്റി കൺസോളിഡേഷൻ. ഈ 3 ഘടകങ്ങൾ ഒരുമിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 10% വർധനവ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. 10ൽ കൂടുതലും പല സ്ഥലങ്ങളിലും വന്നു. ഈ പ്രാവശ്യം ഈ 3 ഘടകങ്ങളുടെയും അഭാവമാണ് ഈ തെരഞ്ഞെടുപ്പിലെ പെർസെൻറ്റേജ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറയാൻ കാണുന്നത്. പക്ഷെ ഇതൊരു നോർമൽ ഇലക്ഷനാണ് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഇവിടെ എല്ലായിടത്തും ആ നോർമൽ രീതിയിലുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട്. പിന്നെ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഈ വോട്ടിംഗ് മെഷീനെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്ന ദുരാരോപണങ്ങൾ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞത് എന്നുള്ളൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. 7 സെക്കൻഡാണ് തെരഞ്ഞെടുപ്പിനെ എടുത്തിട്ടുള്ളത്. ഞാൻ ഇത് ചെയ്തിട്ട് ഞാൻ കൃത്യം നോക്കിയതാണ്. 7 സെക്കൻഡ് എടുക്കുള്ളൂ. ആ 7 സെക്കൻഡ് വെച്ച് വോട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന ലോങ് ക്യൂ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ അത് പലപ്പോഴും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായിട്ട് വന്നിട്ടുള്ളവരുടെ പരിചയക്കുറവ് ഒരു ഘടകമായിരുന്നു. ഞാനൊരു 9 തെരഞ്ഞെടുപ്പ് പ്രിസൈഡിംഗ് ഓഫീസറായിട്ടിരുന്ന് നടത്തിയിട്ടുള്ള ഒരാളാണ്. 9 എണ്ണം. അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ എല്ലാ ജോലിയും ചെയ്യണം. ചിലപ്പോൾ ഈ മഷി കുത്താനിരിക്കേണ്ടി വരും, ചിലപ്പോൾ ആളെ വിളിക്കാൻ ഇരിക്കേണ്ടി വരും, ചിലപ്പോൾ ഇത് ടിക്ക് ചെയ്യാതിരിക്കേണ്ടി വരും. കാരണം ഒരാളെപ്പോൾ പോകുന്നുവോ അപ്പോൾ അതിന് പകരം ആളിരിക്കണം. കഴിഞ്ഞ രസകരമായ ഒരു കാര്യം ഉണ്ടായത്, ഞാനൊരു ബൂത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, ഒരു ബൂത്തിൽ ചെന്നപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നിർത്തിവെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്നന്വേഷിച്ച് ഇവരെ തേടി പിടിച്ചപ്പോൾ അവർ ഊണ് കഴിക്കാൻ നിർത്തിവെച്ചാണ്. അതിന് പ്രൊവിഷനില്ല. തെരഞ്ഞെടുപ്പ് ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നത് വരെ നിർത്തിവെക്കാതെ നടത്തണം എന്നുള്ളതാണ്. പക്ഷെ അവർ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ലേഡിയായിരുന്നു. അവരെൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞങ്ങൾ പിന്നെ ഊണ് കഴിക്കണ്ടേ സാറേ എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ വളരെ സൗമ്യമായി പറഞ്ഞു, ഈ 8-9 തെരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ് ഓഫീസറായിട്ടിരുന്ന ആളാണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പോയി കഴിക്കാൻ. ഇപ്പം എന്തായാലും നിങ്ങൾ ഇനി വേഗം വന്നിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ രീതിയിലുള്ളൊരു പരിചയക്കുറവ് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നൊരു പരിചയക്കുറവ് പല സ്ഥലത്തും നീണ്ട ക്യൂ ഉണ്ടാകാനിടയായിട്ടുണ്ട്. പക്ഷെ ആ നീണ്ട ക്യൂ ഉണ്ടായി എന്നതിൻ്റെ പേരിൽ ആരും വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ പെരുവെയിലത്തും ക്യൂ നിന്ന് ജനാധിപത്യ അവകാശം വിനിയോഗിക്കാൻ സന്നദ്ധരായ മുഴുവൻ വോട്ടർമാരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കേണ്ടി. അവരാർക്ക് വോട്ട് ചെയ്തു എന്നുള്ളത്, അവരത്രയും റിസ്ക് എടുത്ത് നമ്മുടെ ജനാധിപത്യ സംവിധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്നവരാണ്. അവരെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കേണ്ടി. അതുപോലെ തന്നെ ഈ പരിമിതമായ സൗകര്യം, ചില സ്ഥലത്ത് ഫാനില്ല, ചില സ്ഥലത്താണെങ്കിൽ നേരെ ചൊവ്വേ ഇരിക്കാനുള്ള കസേരയില്ല. ഇതൊന്നുമില്ലാതെ ബെഞ്ചിലാണ് പല പോളിംഗ് ഓഫീസേഴ്സും ഇരുന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അവർക്ക് വേണ്ടത്ര പരിശീലനം കൊടുത്തത് കൃത്യമായിട്ട് വിടുന്നതിൽ ഒരു പക്ഷേ ജില്ലാ ഭരണകൂടം വേണ്ടത്ര വിജയിച്ചില്ല എന്ന് മാത്രമേ എനിക്കതിനകത്ത് പറയാൻ കഴിയൂ. വേറെ അവരുടെ ഭാഗത്തൊരു കുഴപ്പമില്ല. അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തത്തിലൊരു ചിത്രമായിട്ട് എനിക്ക് തോന്നിയത്.